മറ്റവൻ എന്നുള്ളത് പിന്നെ പറയടോ. നമ്മൾ ഒരുവനിലേക്ക് ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മിലേക്ക് ചൂണ്ടുന്നുള്ള കാര്യം മറക്കല്ല. നിങ്ങൾ അവനെ കാഫായിട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ നിന്നിലേക്ക് ചൂണ്ടി നിൽക്കുന്നു എന്നും ആ കുഫ്രിയത്തിൻ്റെ അവസ്ഥ നിന്നിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവനെ കാഫിറാക്കാൻ പോയാൽ മതി എന്നും വളരെ കൃത്യമായി ഈ ആയത്ത് നമുക്ക് താക്കി നൽകുന്നുണ്ട് എന്ന് ഇന്നത്തെ മുസ്ലിം സമുദായം മനസ്സിലാക്കണം. അതിനായി ഇത്രയും വിശദീകരിച്ച്. അപ്പോൾ ഇന്നല്ലദീന കഫറു, ഈ കുഫറുകളെല്ലാം ചെയ്യുന്നവർ നമ്മളും അവരൊക്കെ, അവരെ കുഫർ എന്താ? അറിഞ്ഞിട്ട് നിഷേധിക്കുമ്പോൾ അവർ കാഫിരീങ്ങളാവുള്ളൂ, അല്ലെങ്കിൽ ജാഹിലീങ്ങളാ. മുസ്ലിം സഹോദരന്മാർ, സഹോദര സമുദായങ്ങൾ വലിയൊരു ശതമാനവും ഇസ്ലാമിനെ അറിയാത്തവരാ. നമ്മളാരാ പറഞ്ഞു കൊടുത്തത്? ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? അവർക്കത് അറിയില്ല. പിന്നെ എങ്ങനെ അവരെ കാഫിറാക്കും? അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവനാ കാഫിർ. അതുകൊണ്ട് അവരുടെ കാര്യത്തിലാണ് കുഫ്ർ കുറവ്, നമ്മുടെ കാര്യത്തിലാ കുഫ്ർ കൂടുതൽ. അവരുടെ കാര്യത്തിൽ കുഫ്രിയത്ത് കുറവാ. കാരണം അവരിൽ പലർക്കും അറിയാത്തത് കൊണ്ട് അവരെതിരായതാ. അറിയുമ്പോൾ അവർ കൂടെ വരും. നമ്മുടെ കാര്യത്തിൽ കുഫ്രിയത്ത് കൂടുതലാ. അറിഞ്ഞിട്ടും ഈ കുഫ്ർ കാണിക്കുന്നവനെ അള്ളാഹ് വെറുതെ വിടൂല. കാര്യങ്ങൾ അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവനോട് വല്ലാത്ത പകയാണ് തമ്പുരാന്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നല്ലദീന കഫറു, നിശ്ചയം നിഷേധികളെ, ഇങ്ങനെ കുഫ്ർ കാണിക്കുന്നവരെ, ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും, നിങ്ങൾക്ക് നിങ്ങളുടെ ധനവും സമ്പത്തും നിങ്ങളുടെ മക്കൾ ഉപകാരപ്പെടൂല. അപ്പോൾ ഇത് അവരോട് മാത്രം, നമ്മളോടും കൂടിയാ. നമ്മൾ കുഫ്റുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ മക്കൾ ഉപകാരപ്പെടൂല. സമ്പത്ത് ഉപകാരപ്പെടൂല. നന്ദികേട് കാണിച്ചിട്ട്, കുഫ്ർ കാണിച്ചിട്ട്, അള്ളാഹ് കൽപ്പിച്ച ധനസമാഹരണ മാർഗം വിട്ട് നമ്മുടെ സ്വാർത്ഥപരമായ രീതിയിൽ ധനം സമാഹരിച്ച് ആ ധനത്തിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്ന ശുദ്ധ കാഫിറെ, നിനക്ക് ഈ ധനം ഉപകാരപ്പെടൂല. ശരിയല്ലേ? അങ്ങനെ നേടിയവൻ ആ ധനം ഉപകാരപ്പെടും അള്ളാഹിൻ്റെ അടുക്കൽ. ഇസ്ലാമിൻ്റെ കൽപ്പനയെ ലംഘിച്ച് ജീവിക്കുന്ന ശുദ്ധ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുഫ്രിൻ്റെ ആളെ, നിന്റെ സന്താനം നിനക്ക് ഉപകാരപ്പെടൂല. സന്താനങ്ങൾ ഉപകാരപ്പെടാത്ത പിതാക്കന്മാർ ചിന്തിക്കട്ടെ. അവർ ആ മക്കളെ വളർത്തിയിലും അവരെ തീറ്റിയിലും കൂടെ കുഴപ്പമുള്ളതുകൊണ്ടാ ഇത് ശരിയാവാത്തത്. നേരെ ചൊവ്വേ ഇസ്ലാം പഠിപ്പിച്ച് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച് തീറ്റിയിരുന്നെങ്കിൽ ഈ മക്കൾ അവർക്ക് ഉപകാരപ്പെടും. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഉപകാരപ്പെടാത്തത്. അപ്പോൾ അതും ഇതിനർത്ഥം, അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിനുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഉലായികഹും വഖൂദുന്നാർ, ഇവർ നരകത്തിലെ വിറകായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ നരകത്തിലെ വിറകാക്കി സ്വന്തം മക്കളെയും സന്താനത്തെയും വിടണ്ട എന്ന ഉത്ബോധനമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കൂ അംഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളിൻ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറക് കല്ലുകളും മനുഷ്യരുമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് ചൂണ്ടിയിട്ട് നാം സ്നേഹിക്കുന്ന സ്നേഹഭാജനങ്ങളാകുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും മക്കളും പേരമക്കളും നരകത്തിൽ പോയി വീഴുന്ന ചിന്ത ഉണ്ടാവണം എന്ന് വിശ്വാസികളോട് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ ശരിക്കും ഉരുത്തിരിയും. എന്നിട്ട് നിഷേധികളായ ആളുകൾ അവരുടെ സമ്പത്തും അവരുടെ സ്ഥാനവും പദവിയും അവരുടെ ആൾബലവും ഇസ്ലാമിന് നേരെ പ്രയോഗിച്ചിട്ട് അവർ വിജയിച്ചില്ല, അള്ളാഹുവിനെ അശക്തരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നൊരു ഉദാഹരണം പറയാം. ഇനി എന്താ ഉദാഹരണം? കദഅബി ആലി ഫിറഔന, ഫറോവൻ പ്രവൃത്തികളുടെ അവസ്ഥ ഉദാഹരണം. കദഅബി ആലി ഫിറഔന, ഫിറഔൻ പ്രവൃത്തികളുടേതുപോലെ. വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ ആരായിരുന്നു? അവർ നൂഹ് നബിയുടെ ജനത, ആദ് സമൂദ് ഗോത്രങ്ങൾ, ലൂത്ത് നബിയുടെ ജനത, ഷുഐബ് നബിയുടെ ജനത. ഇതൊക്കെ ഫറോവക്ക് മുമ്പുള്ള അവസ്ഥകളാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനത, അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫറോവൻ പ്രവൃത്തികളും അവർക്ക് മുമ്പുള്ള ആളുകളും അവരുടെ അംഗബലം, സ്ഥാനം, പദവി, സമ്പത്ത്, രാഷ്ട്ര സംവിധാനങ്ങൾ, ശക്തി, സൈന്യം, ഇതൊക്കെ അവർ അള്ളാഹ്ക്ക് നേരെ പ്രയോഗിച്ച് നോക്കി. എന്നിട്ട് എന്താ ഉണ്ടായത്? അവർക്ക് അള്ളാഹിനെ അശക്തനാക്കാൻ കഴിഞ്ഞില്ല. ലൻ തുഗ്നിയ അൻഹും മിനല്ലാഹി ശൈഅ, അള്ളാഹ്ക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വലിയ വലിയ കൊമ്പൻ സംവിധാനങ്ങൾ, അഭിനവ ഫറോവമാർ. മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പുതിയ കാലഘട്ടത്തിലെ ഇസ്ലാമിനെതിരെ ചേർന്നും സഖ്യം ചേർന്നും ഒക്കെ കളിക്കുന്ന വ്യക്തികളും ശക്തികളും രാഷ്ട്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അവർക്കാർക്കും അവരുടെ സമ്പത്ത് കൊണ്ടോ സന്താനങ്ങൾ കൊണ്ടോ അവരുടെ അർത്ഥം കൊണ്ടോ സ്ഥാനം കൊണ്ടോ രാഷ്ട്ര സംവിധാനം കൊണ്ടോ ആൾബലം കൊണ്ടോ ഒന്നും അള്ളാഹുവിനെ അശക്തരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഉദാഹരണം കണ്ടില്ലേ? കസ്സബൂബി ആയാത്തിന, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണമായി നാഥൻ അവരെ പിടികൂടി. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്.
അപ്പോൾ ഇസ്ലാമിനെതിരെ നിങ്ങൾ നടത്തുന്ന കോപ്പ്, ആൾബലം, അംഗബലം, സ്ഥാനം, പദവി, ധനം, അതൊന്നും കൊണ്ട് ഇസ്ലാമിനെ അശക്തരാക്കാൻ കഴിയൂല. ഫറോ ഒരുപാട് ചെയ്തു, അവിടുത്തെ മുസ്ലിം സമുദായം ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു. പക്ഷേ അവസാനം അവൻ നിസ്സഹായനായി അവൻ്റെ ആളുകളുടെ കൂടെ മുങ്ങി മരിക്കുമ്പോൾ അവൻ്റെ ശ്രമങ്ങൾ അള്ളാഹുവിനെതിരെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ എന്നും സ്മരിക്കപ്പെടുമാറ് അവൻ്റെ നിസ്സഹായാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അള്ളാഹ് അവനെ തന്നെ അവശേഷിപ്പിച്ചു എന്നുള്ളത് വളരെ കൃത്യമായ ഉദാഹരണമാണ്. അതാണ് മൂസയുടെ ചരിത്രത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച കാര്യം പറയുന്നത്. അത് വല്ലാതെ പഠിച്ചു പോയാൽ കുറേ അങ്ങ് പറയാനുണ്ടായിപ്പോകുന്നത് കൊണ്ടാണ് അതിവിടെയും അല്ല പറഞ്ഞു. എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? അന്ന് മദീനയിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവതരണം. ഇത് ഇസ്ലാമിനെതിരെ ശ്രമങ്ങൾ നടത്തുന്ന ശക്തികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് വർത്തമാനം. ഈ കാലഘട്ടത്തിൽ നമ്മളാകുന്ന ഇതിൻ്റെ അഭിസംബോധിതർ നമ്മുടെ കയ്യിലാണിതുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ ശ്രമിക്കുന്ന ആളുകളോടാണ് താക്കീത്. അപ്പോൾ ഇവിടെ മുശ്രിക്കീങ്ങളായ മക്കക്കാരുടെ ആ ബലത്തിൽ ഇസ്ലാമിന് നേരെ സഖ്യം ചേരുന്ന സേനയെ മുമ്പിൽ നിർത്തിയിട്ടാണ് വർത്തമാനം എന്ന് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് അവരോടല്ല പറയാം, നിങ്ങൾക്ക് മുമ്പ് എത്ര വലിയ വലിയ ആൾ കോപ്പ് കൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു വാണിങ്ങ എക്കാലത്തുമുള്ള നിഷേധികൾക്ക്. കുല്ലില്ലദീന കഫറു, പ്രവാചകരെ നിഷേധികളോട് താങ്കൾ പറയുക, സതുഗ്ലബൂന, നിങ്ങൾ തോൽപ്പിക്കപ്പെടും, അഥവാ നിങ്ങളെ അതിജയിക്കും, നിങ്ങൾ പരാജയപ്പെടും.